ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഗ്രഫി ക്ലാസ്സസ്. മൈസെൽഫ് റിനോ മറിയം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ മേജർ ലാൻഡ് ഫോംസ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ് എല്ലാം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ജിയോമോർഫിക് ഏജൻസ് ആണ്. അപ്പോൾ ജിയോമോർഫിക് ഏജൻസ് അവർ ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് കോർ ജിയോമോർഫോളജി എന്ന് പറയുന്നത്. ജിയോമോർഫോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. അപ്പൊ എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്? ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന്, ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റിവർ. അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ജിയോമോർഫിക് ഏജന്റുകളെ കുറിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഒരുപാട് ജിയോമോർഫിക് ഏജൻസ് ഉണ്ട്. എർത്തിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന റിവർ, വേവ്, വിൻഡ്, ഗ്ലേഷ്യർ, ഇത്തരം സംഭവങ്ങളെയാണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുക. അപ്പൊ ഇതിൽ 5 ജിയോമോർഫിക് ഏജൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. റിവർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, വിൻഡ്, വേവ്സ്. ഈ 5 പേരെ കുറിച്ചാണ് പഠിക്കുന്നത്. റിവർ അതായത് നദികൾ, ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം, ഗ്ലേഷ്യർസ് ഹിമാനികൾ, വിൻഡ് കാറ്റ്, വേവ്സ് തിരമാലകൾ. ഇത്രയും ജിയോമോർഫിക് ഏജൻസിന്റെ ലാൻഡ് ഫോം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ജിയോമോർഫിക് ഏജന്റും 2 തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഇറോഷണൽ ലാൻഡ് ഫോംസ്, 2 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. ഒന്ന് ഇറോഷണൽ ലാൻഡ് ഫോം, 2 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം. അപ്പോൾ നമുക്ക് ആദ്യം റിവറിനെ തന്നെ എടുക്കാം. റിവറിനെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം റിവറിന്റെ സ്റ്റേജ് ഓഫ് ഫോർമേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. നമ്മൾ ജനിച്ച് 28 ദിവസം വരെ നമ്മൾ നിയോനേറ്റ് എന്നാണ് വിളിക്കുക. 1 വർഷം വരെ നമ്മൾ ഇൻഫന്റ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 3 വയസ്സ് വരെ ടോഡ്ലർ എന്ന് വിളിക്കും. ദെൻ ചിൽഡ്രൻ, പിന്നെ അഡോളസെന്റ്, യൂത്ത്, ഓൾഡ് ഏജ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ പോകുന്നത്. ഇതുപോലെ തന്നെ ഓരോ റിവറിനും ലൈഫ് സൈക്കിൾ ഉണ്ട്. റിവറിന് 3 ലൈഫ് സൈക്കിൾ ആണ് വരിക. അപ്പോൾ ഈ റിവറിന്റെ 3 ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ആ 3 ലൈഫ് സൈക്കിള് സ്റ്റേജസ് വരിക യൂത്ത്, മെച്വർ, ഓൾഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഇവിടെയാണ് യൂത്ത്. ഫസ്റ്റത്തെ സ്റ്റേജ് യൂത്ത്, സെക്കൻഡ് സ്റ്റേജ് മെച്വർ, തേർഡ് സ്റ്റേജ് ഓൾഡ്. ഇതാണ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. റിവർ ഫോർമേഷന്റെ 3 സ്റ്റേജസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് യൂത്ത്, അത് കഴിഞ്ഞ മെച്വർ സ്റ്റേജ്, അത് കഴിഞ്ഞ ഓൾഡ് സ്റ്റേജ്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ യൂത്ത്, മെച്വർ, ഓൾഡ് സ്റ്റേജ് എന്ന് നമ്മൾ 3 സ്റ്റേജ് ആയിട്ട് റിവർ ഫോർമേഷനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, റിവർ സൈക്കിൾ ഓഫ് ഇറോഷൻ. അങ്ങനെയും പറയാറുണ്ട്. സൈക്കിൾ ഓഫ് ഇറോഷൻ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ മാറിപ്പോരുത്. സൈക്കിൾ ഓഫ് ഇറോഷൻ എന്ന് പറയുന്നതും സ്റ്റേജസ് ഓഫ് റിവർ ഫോർമേഷൻ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. സ്റ്റേജസ് ഓഫ് റിവർ ഫോർമേഷനും സൈക്കിൾ ഓഫ് ഇറോഷനും രണ്ടും ഒന്ന് തന്നെ ആണ്. ഓക്കെ, അപ്പൊ 3 സ്റ്റേജസ്, യൂത്ത്, മെച്വർ, ഓൾഡ്. ഇനി ഈ ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകത എന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റേജിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. യൂത്ത് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂത്ത് സ്റ്റേജിലാണ് ഒരു നദി ഉത്ഭവിക്കുന്നത്. നദിയുടെ ഉത്ഭവത്തിനെയാണ് യൂത്ത് സ്റ്റേജ് എന്ന് പറയുക. നിങ്ങൾക്ക് എപ്പോഴും അറിയാം, നദികൾ ഉത്ഭവിക്കുകയാണെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. അതുപോലെ തന്നെ നദികൾ ഉത്ഭവിക്കുന്നത് 3 രീതിയിലാണ്. ഒന്നില്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുരുകി, അല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഉറവകളിൽ നിന്ന്, അതുമല്ലെങ്കിൽ ലേക്സ്, തടാകങ്ങളിൽ നിന്ന്. സാധാരണ 3 രീതിയിലാണ് നദികൾ ഉത്ഭവിക്കുക: ഗ്ലേഷ്യർ, സ്പ്രിങ്, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലേക്സ്. ഓക്കെ, അപ്പൊ നദി ഉത്ഭവിക്കുന്ന സ്റ്റേജാണ് യൂത്ത് സ്റ്റേജ്. നദി ഉത്ഭവിക്കുന്ന സ്റ്റേജിൽ നദി ഉയരങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് സ്റ്റേജിൽ നദി ഒഴുകുന്നത് സ്ലോപ്സിലൂടെ ആയിരിക്കും. ഇനി അടുത്ത നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത് മെച്വർ സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പൊ മെച്വർ സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? മെച്വർ സ്റ്റേജിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു നദിയില് മാക്സിമം വെള്ളം ഉൾക്കൊള്ളുന്ന സ്റ്റേജ് ആണ് മെച്വർ സ്റ്റേജ്. ഒരു നദിയിലെ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന സ്റ്റേജ്, അതിനെയാണ് മെച്വർ സ്റ്റേജ് എന്ന് നമ്മൾ വിളിക്കുക. ഇനി അപ്പൊ ഈ മെച്വർ സ്റ്റേജ് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നദി മൗണ്ടനിലൂടെയും ഒഴുകും, നദി മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ പകുതി ദൂരം നദി മൗണ്ടനിലൂടെ ഒഴുകും, അത് കഴിഞ്ഞ് മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് കിടക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നദി മൗണ്ടനിലൂടെയും ഒഴുകുന്നുണ്ട്, പ്ലെയിൻസിലൂടെയും ഒഴുകുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് ഓൾഡ് സ്റ്റേജ് എന്നാ.
ഓൾഡ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു റിവർ ഓഷ്യനിലോട്ട് ചെന്ന് ചേരുന്ന സ്റ്റേജ്, അതിനെയാണ് നമ്മൾ ഓൾഡ് സ്റ്റേജ് എന്ന് പറയുക. അപ്പൊ 3 സ്റ്റേജസ് ഓഫ് റിവർ ഫോർമേഷൻ അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഓഫ് സൈക്കിൾ ഓഫ് ഇറോഷൻ. അതിൽ വരുന്ന 3 സ്റ്റേജസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ യൂത്ത്, മെച്വർ, ഓൾഡ്. യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഉത്ഭവിക്കുന്ന സ്റ്റേജ്, മെച്വർ എന്ന് പറഞ്ഞാൽ റിവറിൽ മാക്സിമം വെള്ളം ഉൾക്കൊള്ളുന്ന സ്റ്റേജ്, ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഓഷ്യനുമായി ജോയിൻ ചെയ്യുന്ന സ്റ്റേജ്. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് മെയിൻസിനാണേലും പ്രിലിംസിനാണേലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഓരോ സ്റ്റേജിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, റിവറിലെ ഓരോ സ്റ്റേജിലെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് യൂത്ത് സ്റ്റേജ് എടുക്കാം. യൂത്ത് സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? യൂത്ത് സ്റ്റേജിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നദികൾ ഉത്ഭവിക്കുന്നത് 3 തരത്തിലാണ്. എങ്ങനെയൊക്കെയാണ് നദികൾ ഉത്ഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ നദികൾ ഉത്ഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഗ്ലേഷ്യറിൽ നിന്ന്, ഒന്നില്ലെങ്കിൽ ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കും, അല്ല എന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് മഴവെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്ത് മഴയൊക്കെ പെയ്തതിന് ശേഷം മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറവകൾ കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഉറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഉരുകി നദി ഉത്ഭവിക്കുമ്പോൾ, മഞ്ഞുരുകി നദി ഉത്ഭവിക്കുമ്പോഴും നദിയുടെ തുടക്ക സ്ഥാനത്ത് നദി കൃത്യമായി ഒരു ചാനലിലൂടെ ആയിരിക്കില്ല ഒഴുകുന്നത്. നമ്മുടെ മുറ്റത്ത് ഉറവയൊക്കെ വരുമ്പോൾ വെള്ളം പരന്നായിരിക്കും ഒഴുകുന്നത്, യാതൊരുവിധ കറക്റ്റ് ചാനലും അതിനുണ്ടാവില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സ്ട്രീം ഡിവൈഡ്സ് ആർ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് വിത്ത് മാർഷസ്, സ്വാംസ് ആൻഡ് ലേക്സ്. നമ്മൾ പറഞ്ഞു ചില നദികൾ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കുക, അപ്പൊ നദിയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ലേക്ക് കാണാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ആണ് നൈൽ നദി. നൈൽ നദിയുടെ ഒരു ബ്രാഞ്ച് ഉത്ഭവിക്കുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്ന്, അല്ലെങ്കിൽ ബിയാസ് റിവർ ഉത്ഭവിക്കുന്നത് ബിയാസ് കുണ്ടെന്ന തടാകത്തിൽ നിന്ന്. അപ്പൊ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ലേക്സ് കാണാൻ പറ്റും. ഇനി നദി സ്പ്രിങ്ങിൽ നിന്നോ ഗ്ലേഷ്യറിൽ നിന്നോ ആണ് ഉത്ഭവിക്കുന്നതെങ്കിൽ അവിടെ ചതുപ്പ് നിലങ്ങൾ കാണാനായി സാധിക്കും. ആ ചതുപ്പ് നിലങ്ങളെയാണ് മാർഷ്, സ്വാമ്പ് എന്ന് നമ്മൾ വിളിക്കുക. ചതുപ്പ് നിലങ്ങൾ കാണാനായിട്ട് സാധിക്കും, അതാണ് മാർഷ്, സ്വാമ്പ്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ റിവർ പരന്നാണ് ഒഴുകുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്ട്രീം ഡിവൈഡ്സ് ആർ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് വിത്ത് മാർഷസ്, സ്വാംസ് ആൻഡ് ലേക്സ്. ഇനി ഒരു നദി ഉത്ഭവിക്കുന്ന സ്റ്റേജിൽ അതിലോട്ട് ചെന്ന് ചേരുന്ന പോഷക നദികൾ അല്ലെങ്കിൽ അതിലോട്ട് ചെന്ന് ചേരുന്ന ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കുറവായിരിക്കും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്ട്രീംസ് ആർ ഫ്യൂ. ഇപ്പൊ നിങ്ങൾ കുറെ പേര് വിചാരിക്കുന്നുണ്ട് എന്താണ് ട്രിബ്യൂട്ടറി. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതൊരു നദിയാണെങ്കിൽ ആ നദിയിലോട്ട് ചെന്ന് ചേരുന്ന നദികളെയാണ്, ചെറിയ ചെറിയ നദികളെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഒരു നദിയിലോട്ട് ചെന്ന് ചേരുന്ന ചെറിയ നദികളെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുക. ഇനി ആ നദി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ പല കൈവഴികളായി പിരിയും. അങ്ങനെ നദി പല കൈവഴികളായി ഫൈനൽ സ്റ്റേജിൽ പിരിയുമ്പോൾ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ എളുപ്പം, നമ്മൾ ട്രിബ്യൂട്ട് എന്ന് പറയാറില്ലേ, ട്രിബ്യൂട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ ഒരു നദിക്ക് വെള്ളം കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു നദികളാണ് ട്രിബ്യൂട്ടറീസ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പങ്കുവെക്കുക. അപ്പൊ ഒരു നദി അതിന്റെ അവസാന സ്റ്റേജിൽ എത്തുമ്പോൾ പല കൈവഴികളായി പിരിയുന്നു, അതാണ് ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രിബ്യൂട്ടറീസിന് മലയാളത്തിൽ പോഷക നദികൾ എന്നും ഡിസ്ട്രിബ്യൂട്ടറീസിന് മലയാളത്തിൽ നമ്മൾ കൈവഴികൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നു ഈ റിവർ തുടങ്ങുന്ന സ്റ്റേജിൽ നമ്പർ ഓഫ് സ്ട്രീംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് കുറവായിരിക്കും. നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ട്രീംസ് കുറവായിരിക്കും. നദി കൃത്യമായിട്ടായിരിക്കില്ല ഒഴുകുന്നത്, സോ പുവർ ഇന്റഗ്രേഷൻ. പുവർ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നദി കൃത്യമായി ചാനലിലൂടെ അല്ല ഒഴുകുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, തുടക്ക സ്റ്റേജിൽ നദിയിലോട്ട് ചെന്ന് ചേരുന്ന മറ്റ് നദികളുടെ എണ്ണം കുറവാണ്. നദിയിലോട്ട് ചെന്ന് ചേരുന്ന നദികളുടെ എണ്ണം കുറവാണെങ്കിൽ നദിയിലെ വെള്ളവും കുറവായിരിക്കും, റിവറിൽ വെള്ളം കുറവായിരിക്കും. റിവറിൽ വെള്ളം കുറവാണെങ്കിൽ ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം നോ ഓർ
വെരി നാരോ ഫ്ലഡ് പ്ലെയിൻ. ഒന്നിലെ ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ ഫ്ലഡ് പ്ലെയിൻ ആയിരിക്കും. നോ ഓർ വെരി നാരോ ഫ്ലഡ് പ്ലെയിൻ. പിന്നെ വാലീസ് വി ഷേപ്പ് വാലീസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ വി ഷേപ്പ് വാലീസ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, യൂത്ത് സ്റ്റേജിൽ നദി ഒഴുകുന്നത് കുന്നിൻ ചെരുവിലൂടെയാണ്. ഒരു സ്ലോപ്പിലൂടെയാണ് നദി ഒഴുകുന്നതെങ്കിൽ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇറോഷൻ ആയിരിക്കും. ഒരു നദി സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇറോഷൻ ആണ്. ഡൗൺവേർഡ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ട് കുഴിക്കുക. താഴോട്ട് കുഴിക്കുന്ന അനുസരിച്ച് വാലിയുടെ ഷേപ്പ് വി ഷേപ്പ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയുമാണ് യൂത്ത് സ്റ്റേജിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ യൂത്ത് സ്റ്റേജിൽ ലേക്സ് കാണാനായി സാധിക്കും. അതുപോലെ തന്നെ യൂത്ത് സ്റ്റേജിൽ നദി ഉത്ഭവിക്കുന്നത് സ്പ്രിങ്ങിൽ നിന്നാണ്, ഗ്ലേഷ്യറിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചതുപ്പ് നിലങ്ങൾ, മാർഷസ് ആൻഡ് സ്വാംസ് വിൽ ബി ദെയർ. പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രീം ഡിവൈഡ്സ് ആർ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്. പിന്നെ നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് ആർ ഫ്യൂ, കുറച്ച് പോഷക നദികളെ ചെന്ന് ചേരുന്നുള്ളൂ. ആൻഡ് പുവർ ഇന്റഗ്രേഷൻ, നോ ഓർ വെരി നാരോ ഫ്ലഡ് പ്ലെയിൻ, വളരെ നാരോ ആയിട്ടുള്ള ഫ്ലഡ് പ്ലെയിൻ ആയിരിക്കും. അതായത് റിവറിൽ വെള്ളം കുറവാണ്, അപ്പോൾ സ്വാഭാവികമായും അവിടെ ഫ്ലഡ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത് നോർ വെരി നാരോ ഫ്ലഡ് പ്ലെയിൻ. ദെൻ വി ഷേപ്പ് വാലി. നമ്മൾ പറഞ്ഞു നദി ഒഴുകുന്നത് സ്ലോപ്പിലൂടെയാണ്. സ്ലോപ്പിലൂടെയാണെങ്കിൽ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇറോഷൻ ആയിരിക്കും. സ്വാഭാവികമായും അവിടുത്തെ വാലി വി ഷേപ്പ് ആയി മാറും. അടുത്ത സ്റ്റേജ് ആണ് മെച്യൂർ സ്റ്റേജ്. മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രീംസ് ആർ പ്ലെന്റി. നമ്മൾ പറഞ്ഞു മെച്യൂർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം വെള്ളം ഉൾക്കൊള്ളുന്ന സ്റ്റേജ് ആണ് മെച്യൂർ സ്റ്റേജ്. ഒരു നദിയിൽ മാക്സിമം വെള്ളം ഉൾക്കൊള്ളുന്ന സ്റ്റേജിനെയാണ് മെച്യൂർ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു നദിയിൽ മാക്സിമം വെള്ളം ഉൾക്കൊള്ളണമെങ്കിൽ ഒരു നദിയിൽ മാക്സിമം വെള്ളം ഉൾക്കൊള്ളണമെങ്കിൽ അതിലോട്ട് വരുന്ന ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കൂടുതലായിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ട്രീംസ് ആർ plenty, number of tributaries will be more. കൂടുതൽ ട്രിബ്യൂട്ടറീസ് ചെന്ന് ചേരുന്നുണ്ടാവും. അപ്പൊ നദിയിൽ കുറെ വെള്ളം വന്നു, നദി കൃത്യമായി ഒഴുകാൻ തുടങ്ങും. നദി കൃത്യമായി ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. നദി കൃത്യമായിട്ട് ഒഴുകാൻ തുടങ്ങും. സോ ദർ വിൽ ബി എ ഗുഡ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ നന്നായിരിക്കും, നല്ല കൃത്യമായിട്ടായിരിക്കും നദി ഒഴുകുക. അങ്ങനെ നദി കൃത്യമായി ഒഴുകാൻ തുടങ്ങിയാൽ അവിടെയുള്ള മാർഷും സ്വാമ്പും എല്ലാം ഡിസപ്പിയർ ചെയ്യും. മാർഷ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളൊന്നും ഇല്ലാതെയാവും, ലേക്സ് ഒന്നും ഇല്ലാതെയാവും. നദി കൃത്യമായ ഒരു ചാനലിലൂടെ ഒഴുകാൻ തുടങ്ങും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു മെച്യൂർ സ്റ്റേജിൽ പകുതി ദൂരം നദി ഒഴുകുന്നത് സ്ലോപ്പിലൂടെയാണ്, പകുതി ദൂരം പ്ലെയിൻസിലൂടെയാണ്. നദി സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ ഇവിടെ മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ, മെച്യൂർ സ്റ്റേജിൽ വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലാണെങ്കിൽ അതിന്റെ ഇറോഷണൽ കപ്പാസിറ്റി കൂടും. നദിയിൽ വെള്ളം കൂടുതലാണെങ്കിൽ നദിയുടെ ഇറോഷണൽ കപ്പാസിറ്റി കൂടും. മെച്യൂർ സ്റ്റേജിൽ നദി സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ നല്ല രീതിയിൽ ഇറോഷണൽ കപ്പാസിറ്റി ഉണ്ടാവും, കാരണം നല്ല രീതിയിൽ വെള്ളം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇവിടെ വി ഷേപ്പ് വാലിയിൽ ഒന്നും കൂടി ഇറോഷൻ നടക്കും. ഇറോഷൻ നടന്ന് അത് ഡീപ്പ് വി ഷേപ്പ് വാലി ആയി മാറും. എന്തുകൊണ്ടാണ് മെച്യൂർ സ്റ്റേജിൽ ഡീപ്പ് വി ഷേപ്പ് ആവുന്നത്? കാരണം എമൗണ്ട് ഓഫ് വാട്ടർ കൂടുതലാണ്. ഇനി വെള്ളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്ലഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫ്ലഡ് ഉണ്ടാവുന്നുണ്ട്. ഫ്ലഡ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ വൈഡർ ഫ്ലഡ് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. വൈഡർ ഫ്ലഡ് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി റിവർ പ്ലെയിൻസിലോട്ട് കടന്നു കഴിഞ്ഞാൽ, പ്ലെയിൻസിൽ നടക്കുന്ന ഇറോഷൻ, ഒരു നദി പ്ലെയിൻസിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ലാറ്ററൽ ഇറോഷൻ ആയിരിക്കും നടക്കുക. അവിടെ സൈഡ് ടു സൈഡ് ഇറോഷൻ ആയിരിക്കും നടക്കുക. സൈഡ് ടു സൈഡ് ഇറോഷൻ നടക്കുന്നതനുസരിച്ച് റിവർ വാലി യു ഷേപ്പ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ യു ഷേപ്പ് വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. റിവർ പ്ലെയിൻസിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ഇറോഷൻ ആണ്. അവിടെ നടക്കുന്ന ഇറോഷൻ ലാറ്ററൽ ഇറോഷൻ ആണ്. ലാറ്ററൽ ഇറോഷൻ നടന്നു കഴിഞ്ഞാൽ വി ഷേപ്പ് വാലി യു ഷേപ്പ് ആയി മാറും. പിന്നെ നദികൾ പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ അവർക്കൊരു ടെൻഡൻസി ഉണ്ട് മിയാൻഡർ ചെയ്യാനായിട്ട്. മിയാൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നദി വളഞ്ഞൊഴുകുന്നതിനെയാണ് മിയാൻഡർ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു നദി അതിന്റെ മിയാൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെച്യൂർ സ്റ്റേജിലാണ്. ഒരു നദി അതിന്റെ മിയാൻഡറിങ്
സ്റ്റാർട്ട് ചെയ്യുന്നത് മെച്യൂർ സ്റ്റേജിൽ ആണ്. അപ്പൊ ഏറ്റവും നന്നായി മിയാൻഡറിങ് കാണുന്നത് എപ്പോഴായിരിക്കും? ഓൾഡ് സ്റ്റേജിലായിരിക്കും. നദി എത്രത്തോളം പ്ലെയിൻസിലോട്ട് കിടക്കുന്നോ അത്രത്തോളം മിയാൻഡറിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രീംസ് ആർ പ്ലെന്റി. മെച്യൂർ സ്റ്റേജിൽ നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കൂടുതലാണ്. നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കൂടുക എന്നാണ് അർത്ഥം. വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ നദി കൃത്യമായി ചാനലിലൂടെ ഒഴുകാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കൃത്യമായി ചാനലിലൂടെ ഒഴുകുന്നതിനെയാണ് ഗുഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നദിക്ക് ഗുഡ് ഇന്റഗ്രേഷൻ വരുമ്പോൾ നദിയിൽ വരുന്ന മാർഷസ്, സ്വാമ്പ് ഇതെല്ലാം ഡിസപ്പിയർ ആവും. ഇനി നദി മെച്യൂർ സ്റ്റേജിൽ പകുതി ദൂരം നമ്മുടെ സ്ലോപ്പിലൂടെയും പകുതി ദൂരം പ്ലെയിൻസിലൂടെയുമാണ് ഒഴുകുന്നത്. സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് കട്ടിങ്ങിന് ശക്തി കൂടും. വി ഡീപ്പ് വി ഷേപ്പ് വാലി ആയിട്ട് മാറും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈഡർ ഫ്ലഡ് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ നദി പ്ലെയിൻസിലോട്ട് ഒഴുകുന്നത് കൊണ്ട് തന്നെ അവിടെ നദി ചെറിയ രീതിയിൽ വളയാനായി തുടങ്ങും. ഈ വളയുന്നതിനെയാണ് മിയാൻഡറിങ് എന്ന് പറയുക. റിവർ മിയാൻഡർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി റിവർ പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ അവിടെ യു ഷേപ്പ് വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് പ്ലെയിൻസിൽ യു ഷേപ്പ് വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? കാരണം അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ഇറോഷൻ ആണ്. അവിടെ നടക്കുന്ന ഇറോഷൻ ലാറ്ററൽ ഇറോഷൻ ആണ്. അപ്പൊ ഇത്രയുമാണ് മെച്യൂർ സ്റ്റേജിനെ കുറിച്ച് പറയാം. ഇനി ഓൾഡ് സ്റ്റേജ് ആണ്. ഓൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിവർ ഓഷനിലോട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഓൾഡ് സ്റ്റേജ്. ഓൾഡ് സ്റ്റേജിലോട്ട് വരുന്തോറും വീണ്ടും ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കുറയും, അവരുടെ നീളവും കുറയും. ഇപ്പൊ സ്മോൾ ആൻഡ് ഫ്യൂ ട്രിബ്യൂട്ടറീസ്. കാരണം റിവറിന് പ്രായമായി, റിവർ ഓഷനിൽ ജോയിൻ ചെയ്യാൻ പോവേ, സ്വാഭാവികമായും നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കുറയും, ലെങ്ത് ഓഫ് ദി ട്രിബ്യൂട്ടറീസും ഷോർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഗ്രേഡിയന്റ് അഥവാ ചരിവ് എന്ന് പറയുന്നത് ജെന്റിൽ ഗ്രേഡിയന്റ് ആയിരിക്കും. അതായത് ആ പുഴ ഒഴുകുന്ന സ്ഥലത്തിന്റെ ചരിവ്, ആ ചരിവ് വളരെ ചെറിയ ചരിവായിരിക്കും. കാരണം റിവർ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയല്ലോ. അപ്പം ചരിവ് കുറയുന്നതിനനുസരിച്ച് മിയാൻഡറിന്റെ ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. മിയാൻഡറിങ് ടെൻഡൻസി കൂടും, അത് നല്ല രീതിയിൽ മിയാൻഡർ ചെയ്യും. റിവർ മിയാൻഡേഴ്സ് ഫ്രീലി മിയാൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിയാൻഡർ ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി ഞാൻ പറഞ്ഞു റിവർ പ്ലെയിൻസിലോട്ട് കിടന്ന് അവിടെ നടക്കുന്ന ഇറോഷൻ ലാറ്ററൽ ഇറോഷനാണ്. ലാറ്ററൽ ഇറോഷൻ നടന്നു നിന്ന് നദിയുടെ ആഴം കുറയും. കാരണം താഴോട്ട് ഇറോഡ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും റിവർ വാലിയുടെ ഡെപ്ത് കുറയും, പക്ഷെ വീതി കൂടും. അപ്പൊ റിവർ വാലീസ് ബിക്കം ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്. ബ്രോഡ് ആൻഡ് ഷാലോ യു ഷേപ്പ് വാലീസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ലാറ്ററൽ ഇറോഷൻ ആണ് നടക്കുന്നത്. ലാറ്ററൽ ഇറോഷൻ നടക്കുന്നതനുസരിച്ച് വാലിയുടെ വീതി കൂടി വരും, എന്നാൽ ആഴം കുറഞ്ഞു വരും. അതാണ് പറയുന്നത് ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ആയി മാറും. ബ്രോഡ് ആൻഡ് ഷാലോ യു ഷേപ്പ് വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നദിയുടെ സ്പീഡ് കുറയുകയാണല്ലോ, ഓഷനിലോട്ട് എത്തുമ്പോഴേക്കും നദിയുടെ സ്പീഡ് കുറയുന്നു. നദി വല്ലാതെ പ്ലെയിൻസിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും നദിയിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നദിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയ വീണ്ടും ലേക്സും സ്വാംസും മാർഷസ് ഒക്കെ റീഅപ്പിയർ ചെയ്യും. വീണ്ടും നമ്മൾ പറഞ്ഞ തടാകങ്ങള്, ചതുപ്പ് നിലങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടാനായി തുടങ്ങും. ഫൈനലി നദി സീ ലെവലിൽ ചെന്ന് ചേരും. ഫൈനലി നമ്മുടെ നദി സീ ലെവലിൽ ചെന്ന് ചേരും. അപ്പൊ ഇതാണ് ഓൾഡ് സ്റ്റേജിൽ. അപ്പോൾ ഓൾഡ് സ്റ്റേജിൽ നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം വളരെ കുറവാണ്, ചെറിയ ട്രിബ്യൂട്ടറീസ് ആണ്. അതുപോലെ തന്നെ റിവർ ഒഴുകുന്നത് ജെന്റിൽ ഗ്രേഡിയന്റിലൂടെയാണ്, വളരെ ചരിവ് കുറഞ്ഞ പ്രദേശത്തൂടെ, ഓൾമോസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് നദി ഒഴുകുന്നത്. അപ്പൊ നദി മിയാൻഡർ ചെയ്യാനായിട്ട് തുടങ്ങും. മിയാൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെച്യൂർ സ്റ്റേജിലാണ്, പക്ഷെ മിയാൻഡറിങ് അതിന്റെ മാക്സിമം ലെവലിൽ കാണുന്നത് ഓൾഡ് സ്റ്റേജിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ നടക്കുന്ന ഇറോഷൻ ലാറ്ററൽ ഇറോഷൻ ആണ്. ലാറ്ററൽ ഇറോഷൻ ആണെങ്കിൽ നദികളുടെ വാലി ബ്രോഡ് ആവും, ഷാലോ ആവും, യു ഷേപ്പ് വാലി ആയിട്ട് മാറും. നദികളുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് അവിടെ സ്വാമ്പും മാർഷസ് എല്ലാം ഫോം ചെയ്യും. ഫൈനലി റിവർ സീ ലെവലിൽ എത്തിപ്പെടും. അപ്പൊ ഇതാണ് ഓൾഡ് സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഈ മിയാൻഡറിങ് എങ്ങനെയാണ് നടക്കുക? മിയാൻഡർ എന്ന് പറഞ്ഞാൽ നദി വളയുന്നതിനെയാണ് മിയാൻഡർ എന്ന് പറയുക.
നദി മെച്യൂർ സ്റ്റേജിൽ ചെറുതായിട്ടൊന്ന് വളയാനായിട്ട് തുടങ്ങും. അതിന് കാരണം ഭൂമിയുടെ റൊട്ടേഷൻ ആണ്. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നദി വളയുന്നതിൽ ഭൂമിയുടെ റൊട്ടേഷന് പങ്കുണ്ട്. ഓക്കെ, നദി വളയുന്നതിൽ ഭൂമിയുടെ റൊട്ടേഷന് ഒരു പങ്കുണ്ട്. നദി വളയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ അതായത് നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇവിടെ ഒരു വെള്ളം വന്ന് ഇങ്ങനെ തട്ടുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇറോഷൻ സംഭവിക്കും. ഓക്കെ, ഈ ഭാഗത്ത് ഇറോഷൻ സംഭവിക്കും. ഈ ഭാഗത്ത് ഇറോഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് അത് ഈ നദി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടായിരിക്കും. നദി ഇവിടെ, അതായത് നദി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെ നദി ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പോൾ നദിയുടെ വളവ് ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഒരു നദി ചെറിയ രീതിയിൽ വളയുന്നു എന്ന് വിചാരിക്കുക. ഈ ചെറിയ രീതിയിൽ വളഞ്ഞ നദി ഇങ്ങനെ വളയാണ്. ഇവിടെ വെള്ളം ഇങ്ങനെ തട്ടുമ്പോൾ ഈ ഭാഗം ഇറോഡ് ചെയ്ത് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവരുടെ ഡെപ്പോസിഷൻ വരുന്നത്, അതാണ് ഏറ്റവും രസം, ഇവരുടെ ഡെപ്പോസിഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഇറോഡ് ചെയ്തെടുക്കുന്ന വസ്തു ഇവരിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നദിയുടെ വളവ്, ഓക്കെ, നദി അവസാനം ഇങ്ങനെയായി മാറും. നദിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. നദി നന്നായിട്ട് വളയാനായിട്ട് തുടങ്ങും. അപ്പോൾ മിയാൻഡറിങ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലാറ്ററൽ ഇറോഷനും ലാറ്ററൽ ഡെപ്പോസിഷനും കൊണ്ടാണ്. നദി മിയാൻഡർ ചെയ്യുന്നത് ലാറ്ററൽ ഇറോഷനും അതുപോലെ തന്നെ ലാറ്ററൽ ഡെപ്പോസിഷനും കൊണ്ടാണ്. ലാറ്ററൽ ഇറോഷനും ലാറ്ററൽ ഡെപ്പോസിഷനും കൊണ്ടാണ് നദി നദിയിൽ മിയാൻഡറിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ലാറ്ററൽ ഇറോഷൻ നടക്കുക നദി പ്ലെയിൻസിലൂടെ ഒഴുകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നദി പ്ലെയിൻസിലൂടെ ഒഴുകുമ്പോഴാണ് മിയാൻഡറിങ്ങും നടക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഫസ്റ്റത്തെ പിക്ചർ യൂത്ത് സ്റ്റേജിന്റെ പിക്ചറാണ്. യൂത്ത് സ്റ്റേജിൽ നദി നേരെ ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഇനി മെച്യൂർ സ്റ്റേജിൽ നദി ചെറുതായിട്ട് ഒന്ന് വളയുന്നു. ഓൾഡ് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ നദി നല്ല രീതിയിൽ വളയുന്നുണ്ട്. അപ്പോൾ ഇതാണ് 3 stages ഓഫ് റിവർ ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 stages ഓഫ് സൈക്കിൾ ഓഫ് ഇറോഷൻ ഓഫ് റിവർ. ഇനി ഒരു കാര്യം കേട്ടോ, ഒരു വാട്ടർ ബോഡിയെ റിവർ എന്ന് വിളിക്കണമെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് 15 കിലോമീറ്റർ നീളം വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നാട്ടിൽ അരുവി, പുഴ, തോട് എന്നൊക്കെ വിളിക്കാറുണ്ട്. എപ്പോഴാണ് ഒരു സാധനത്തിന് പുഴ എന്ന് വിളിക്കുക? അതായത് മിനിമം ഒരു ജലാശയത്തിന് 15 കിലോമീറ്റർ നീളം വന്നാൽ മാത്രമേ, 15 കിലോമീറ്റർ ലെങ്ത് വന്നാൽ മാത്രമേ നമുക്കതിനെ നദി എന്ന് വിളിക്കാനായി സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ആണ്. റിവർ 2 തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഇറോഷണൽ ലാൻഡ് ഫോം, 2 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം. അപ്പോൾ ഇറോഷണൽ ലാൻഡ് ഫോമും ഉണ്ടാക്കുന്നുണ്ട് നദി, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമും നദി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ പറയാവോ, നമ്മളോട് KASന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭൂരൂപം തരും, ചിലപ്പോൾ ഒരു ലാൻഡ് ഫോം തരും. എന്നിട്ട് അവർ ചോദിക്കും ഇത് ഏത് ജിയോമോർഫിക് ഏജന്റ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഇത് ഇറോഷണൽ ആണോ ഡെപ്പോസിഷണൽ ആണോ. അപ്പൊ നിങ്ങൾ ഒരു ലാൻഡ് ഫോം പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അത് ഉണ്ടാക്കുന്ന ജിയോമോർഫിക് ഏജന്റ് ആരാണ്, ഏത് ജിയോമോർഫിക് ഏജന്റ് ആണ് ആ ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. 2, ആ ജിയോമോർഫിക് ഏജന്റിന്റെ ഇറോഷണൽ ലാൻഡ് ഫോം ആണോ അത്, അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണോ. ഇത് 2 നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അപ്പോൾ ജിയോമോർഫിക് ഏജന്റ് ഏതാണെന്ന് അറിയണം, ഇറോഷണൽ ലാൻഡ് ഫോം ആണോ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണോ എന്ന് കൃത്യമായി അറിയണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നദിയുടെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. ഇപ്പൊ റിവേഴ്സിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ വരുന്നതാണ് പ്ലഞ്ച് ഹോൾ, പോത്ത് ഹോൾ, ഗോർജ്, ക്യാനയോൺ, V-shaped valley, U-shaped valley, incised or entrenched meander. Plunge hole, poth hole, gorge, canyon, V-shaped valley, U-shaped valley, incised or entrenched meanders. അപ്പോൾ നമുക്ക് നോക്കാം
പ്ലഞ്ച്, പിന്നെ റിവർ ടെറസസ് ഉണ്ട്, റിവർ ടെറസസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, റാപ്പിഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്ലഞ്ച് ഹോളിൽ നിന്ന് തുടങ്ങാം. എന്താണ് പ്ലഞ്ച് ഹോൾ എന്ന് പറയുന്നത്? പ്ലഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കുളിച്ചിട്ടുണ്ടാവും അല്ലെ? അതായത് നമ്മുടെ എന്താ വെള്ളച്ചാട്ടങ്ങൾക്കടിയിൽ കാണുന്ന കുഴികളാണ് പ്ലഞ്ച് ഹോൾസ്. പ്ലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്ലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നാണ് അർത്ഥം. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഡിപ്രഷൻ. അപ്പോ നമ്മുടെ വാട്ടർഫോള് വരുന്ന സ്ഥലങ്ങളിൽ ആ വാട്ടർഫോളിന്റെ ശക്തി കൊണ്ട് ഉണ്ടാകുന്ന കുഴികളെയാണ് പ്ലഞ്ച് ഹോള് എന്ന് പറയുക. പ്ലഞ്ച് ഹോൾസ് ആർ ഡിപ്രഷൻസ് ഫോംഡ് അറ്റ് ദി ബോട്ടം ഓഫ് വാട്ടർഫോൾസ്. വാട്ടർഫോൾസിന് അടിയിലായി രൂപപ്പെടുന്ന കുഴികളാണ് പ്ലഞ്ച് ഹോൾ എന്ന് പറയുന്നത്. അതിന് പ്ലഞ്ച് പൂള് എന്നും പറയാറുണ്ട്, പ്ലഞ്ച് ഹോള് എന്നും പറയാറുണ്ട്, പ്ലഞ്ച് പൂള് എന്നും പറയാറുണ്ട്. അപ്പൊ പ്ലഞ്ച് ഹോൾ ഓർ പ്ലഞ്ച് പൂൾസ് ആർ ഡിപ്രഷൻസ് ക്രിയേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് വാട്ടർഫോൾ. ഒരു വാട്ടർഫോളിന്റെ അടിയിലായി ഫോം ചെയ്യുന്ന ഹോളുകളാണ് അല്ലെങ്കിൽ കുഴികളാണ് പ്ലഞ്ച് ഹോള് അഥവാ പ്ലഞ്ച് പൂള് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇറോഷണൽ ലാൻഡ് ഫോം ആണ് പോത്ത് ഹോൾ. എന്താണ് പോത്ത് ഹോൾ എന്ന് പറയുന്നത്? പോത്ത് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ ഉണ്ടാവുന്ന ഗട്ടറിനെയൊക്കെ പോത്ത് ഹോൾ എന്ന് പറയാറുണ്ട്. എന്താ പോത്ത് ഹോൾ എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് ഒരു റിവർ ഒഴുകുന്ന സ്ഥലമാണ്. ഇതിന്റെ മുകളിലൂടെ റിവർ ഒഴുകുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലത്തിന് മുകളിലൂടെ റിവർ ഒഴുകുകയാണ്. അപ്പൊ റിവർ ഇങ്ങനെ ഒഴുകുമ്പോൾ റിവറിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ഒരു കല്ല് വന്ന് പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടംപോലെ കല്ലുകൾ ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ റിവറിന്റെ അടിത്തട്ടിലായി പെട്ടുപോകുന്ന കല്ലുകൾ, ഇവര് നദി ഒഴുകുമ്പോൾ ആ നദി ഒഴുകുന്നതിന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ആ കല്ല് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ കല്ല് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ ആ കല്ല് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നദിയുടെ അടിത്തട്ടിലായിട്ട് കുഴികൾ ഫോം ചെയ്യും. ഈ കല്ല് ഒരഞ്ഞ് അവിടെ കുഴികൾ ഫോം ചെയ്യും. ഇത്തരം കുഴികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇത്തരം കുഴികളെയാണ് നമ്മള് പോത്ത് ഹോൾസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കുഴികൾ, ആ കല്ലിനടിയിലായിട്ട് ഫോം ചെയ്യുന്ന കുഴികളെയാണ് നമ്മൾ പോത്ത് ഹോൾസ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ഈ പിക്ചറുകൾ കണ്ട ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈഫിൽ എപ്പോഴെങ്കിലും. അപ്പൊ നദി ഒഴുകുന്ന സ്ഥലങ്ങളിൽ നദിയുടെ അടിത്തട്ടിൽ എവിടെയെങ്കിലും കല്ലുകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നദി ഒഴുകുന്നതിന്റെ സ്പീഡിൽ ഈ കല്ലുകൾ അവിടെ കിടന്ന് കറങ്ങാം. അങ്ങനെ കല്ലുകൾ കറങ്ങി ഉണ്ടാകുന്ന കുഴികളെയാണ് പോത്ത് ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ പോത്ത് ഹോളിന്റെ ഡെഫിനിഷൻ ഇതാണ്: ദ ഡിപ്രഷൻസ് ഫോംഡ് അറ്റ് ദി ബോട്ടം ഓഫ് റിവർ ബെഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് റോക്സ്. അപ്പോൾ ഇതിന്റെ നോട്ട് വേണം എന്നുള്ളവര് എന്റെ ക്ലാസിന്റെ ഒപ്പം നോട്ട് എഴുതി പോവുക. അല്ല സെപ്പറേറ്റ് നോട്ട് ഇല്ല, നിങ്ങൾ ക്ലാസിന്റെ ഒപ്പം നോട്ട് എഴുതി പോവുക. പോത്ത് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിപ്രഷൻസ് ഫോംഡ് അറ്റ് ദി ബോട്ടം ഓഫ് റിവർ ബെഡ് ഫോംഡ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് റോക്സിന്റെ റൊട്ടേഷനും കൊണ്ട് ഉണ്ടാവുന്ന കുഴികളാണ് പോത്ത് ഹോള് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗോർജ് ക്യാനോൺ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഇറോഷണൽ ലാൻഡ് ഫോമിൽ 4 റിവർ വാലീസ് ഉണ്ടാവുന്നുണ്ട്. ആ 4 റിവർ വാലിയും ഇറോഷണൽ ലാൻഡ് ഫോം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 റിവർ വാലി എന്ന് നോക്കാം. അപ്പോൾ ഇതിലുണ്ടാവുന്ന 4 റിവർ വാലീസ് ആണ് ഗോർജ്, ക്യാനയോൺ, വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി. ഇത് 4 റിവറിന്റെ ഇറോഷനും കൊണ്ട് ഉണ്ടാവുന്ന വാലീസ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് റിവർ വാലി? അപ്പോൾ റിവറിന്റെ ഇറോഷനും കൊണ്ട് ഉണ്ടാവുന്ന റിവർ വാലീസ് ആണ് ഗോർജ്, ക്യാനയോൺ, വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം വി ഷേപ്പ് വാലി, അല്ല ആദ്യം ഗോർജ് നോക്കാം. ഗോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെർട്ടിക്കൽ റിവർ വാലീസ്. ഓക്കെ, റിവർ ഫോം ചെയ്യുന്ന വെർട്ടിക്കൽ റിവർ വാലീസ് കണ്ടോ, സ്റ്റീപ്പ് സ്ലോപ്സ് ആയിരിക്കും. ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള വെർട്ടിക്കൽ റിവർ വാലീസിനെയാണ് ഗോർജ് എന്ന് പറയുക. എപ്പോഴാണ് ഈ ഗോർജ് ഉണ്ടാവുക?
റിവർ മൗണ്ടൻസിനെ കട്ട് ചെയ്യുമ്പോൾ, അവിടെ ഹാർഡ് റോക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ഗോർജ് ഉണ്ടാവുക. വെൻ ദ റിവർ കട്ട് അക്രോസ് ഹാർഡ് റോക്സ്, ഓക്കെ, വെൻ ദ റിവർ കട്ട് അക്രോസ് ഹാർഡ് റോക്സ് ഇറ്റ് ക്രിയേറ്റ്സ് ഗോർജസ്. അതായത് ഒരു റിവർ ഒഴുകുന്ന വെർട്ടിക്കൽ റിവർ വാലീസ് ആണ് ഗോർജ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ റിവർ വാലീസ് ആർ നോൺ ആസ് ഗോർജസ്. എങ്ങനെയാണ് ഗോർജ് ഉണ്ടാവുന്നത്? വെൻ റിവർ കട്ട് അക്രോസ് ദി ഹാർഡ് റോക്സ്. ഹാർഡ് റോക്സിനെ റിവർ കട്ട് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഗോർജസ് ഉണ്ടാവുക. അടുത്തതാണ് കാനയോൺ. കാനയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലെ, ഓക്കെ, സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ദാറ്റ് നാരോസ് അറ്റ് ദി ബോട്ടം. ദ സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ദാറ്റ് നാരോസ് അറ്റ് ദി ബോട്ടം, അതിനെയാണ് കാനയോൺ എന്ന് പറയുക. സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന റിവർ വാലി. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിത്തട്ടിലോട്ട് പോകുമ്പോൾ അത് നാരോ ചെയ്യപ്പെടുന്നു. സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ദാറ്റ് നാരോസ് അറ്റ് ദി ബോട്ടം ഇസ് നോട്ട് കാനയോൺ. ഇനി കാനയോണിന് ഒരു പ്രത്യേകതയുണ്ട്. കാനയോൺ എപ്പോഴും ഉണ്ടാവുക? ഒരു സ്ഥലത്ത് സോഫ്റ്റ് റോക്ക് ഹാർഡ് റോക്ക് എന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ സ്ഥലങ്ങളെ കട്ട് ചെയ്യുമ്പോൾ, സോഫ്റ്റ് റോക്ക് ഹാർഡ് റോക്ക് ടെറൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് കാനിയോൺസ് ക്രിയേറ്റ് ചെയ്യുക. വെൻ റിവർ കട്ട് അക്രോസ് എ ടെറൈൻ വിത്ത് സോഫ്റ്റ് റോക്ക് ഹാർഡ് റോക്ക് കോമ്പിനേഷൻസ്, അപ്പോഴാണ് കാനിയോൺസ് ഉണ്ടാകുക. അപ്പൊ ഗോർജ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിവർ വാലി ആണ്. അത് ഫോം ചെയ്യുന്നത് റിവർ ഹാർഡ് റോക്കിനെ കട്ട് ചെയ്യുമ്പോൾ. കാനിയോൺസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ആണ്. ഒരു റിവർ സോഫ്റ്റ് റോക്ക് ഹാർഡ് റോക്കിനെ കട്ട് ചെയ്യുമ്പോഴാണ് കാനയോൺസ് രൂപപ്പെടുക. അടുത്തത് വി ഷേപ്പ് വാലി ആണ്. നമ്മൾ പറഞ്ഞു എപ്പോഴാണ് വി ഷേപ്പ് വാലി ഉണ്ടാവുക? ഒരു റിവർ മൗണ്ടൻ സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ, അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇറോഷൻ ആണ്. അപ്പോൾ ഒരു റിവർ, whenever a river is flowing through a sloppy terrain, it cuts the terrain downward. Downward erosion is happening there and it causes the formation of V-shaped valleys. ഓക്കെ, അപ്പോൾ ഒരു റിവർ സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ അവിടെ ആ റിവർ ഡൗൺവേർഡ് ഇറോഷൻ ആണ് നടത്തുന്നത്. അങ്ങനെ ഡൗൺവേർഡ് ഇറോഷൻ നടത്തുമ്പോഴാണ് എന്തുണ്ടാവുക? വി ഷേപ്പ് വാലീസ് ഉണ്ടാവുക. അടുത്ത യു ഷേപ്പ് വാലി ആണ്. എപ്പോഴാണ് യു ഷേപ്പ് വാലി ഉണ്ടാവുക? യു ഷേപ്പ് വാലി ഉണ്ടാവുന്നത് when a river flowing through a plain, ഒരു പ്ലെയിനിലൂടെ റിവർ ഒഴുകുമ്പോൾ, the river cut across the rivers laterally. That means lateral erosion happens there. അതായത് അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് lateral erosion ആണ്. Lateral erosion happens there and it causes the formation of U-shaped valleys. അപ്പോഴാണ് യു ഷേപ്പ് വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ വി ഷേപ്പ് വാലി ഉണ്ടാവണമെങ്കിൽ റിവർ സ്ലോപ്പിലൂടെ കടന്നു പോകണം. യു ഷേപ്പ് വാലി ഉണ്ടാവണമെങ്കിൽ റിവർ പ്ലെയിൻസിലൂടെ കടന്ന് പോകണം. അപ്പൊ 4 വാലീസ് നമ്മൾ പഠിച്ചു: ഗോർജ്, കാനയോൺ, വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി. ഗോർജ് വെർട്ടിക്കൽ റിവർ വാലി ആണ്. ഇറ്റ് ഫോംസ് വെൻ റിവർ കട്ട് അക്രോസ് ഹാർഡ് റോക്സ്. ഹാർഡ് റോക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. കാനയോൺസ് ആർ സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ദാറ്റ് നാരോസ് അറ്റ് ദി ബോട്ടം, ഫോംസ് വെൻ ദ റിവർ ഈസ് കട്ട് അക്രോസിംഗ് സോഫ്റ്റ് ആൻഡ് ഹാർഡ് റോക്സ്. വി ഷേപ്പ് വാലീസ് ആർ ക്രിയേറ്റഡ് വെൻ ദ റിവർ ഈസ് flowing through sloppy terrains. Then it does downward erosion, forms V-shaped valleys. When the river is flowing through a plain region, it will create the formation of U-shaped valleys by lateral erosion. അടുത്താണ് ഇൻസൈസ്ഡ് ഓർ എൻട്രഞ്ചഡ് മിയാൻഡർ. എന്താണ് ഇൻസൈസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം, അല്ലെങ്കിൽ എൻട്രഞ്ച് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻസൈസ് ചെയ്യുക, എൻട്രഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ കുഴിക്കുക എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞു. റിവർ എപ്പോഴാണ് മിയാൻഡർ ചെയ്യുന്നത്? റിവർ പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോഴാണ് മിയാൻഡർ ചെയ്യുന്നത്. ഇനി റിവർ എന്തുകൊണ്ടാണ് മിയാൻഡർ ചെയ്യുന്നത്? ലാറ്ററൽ ഇറോഷൻ കൊണ്ടാണ് റിവർ മിയാൻഡർ ചെയ്യുന്നത്. അപ്പോ ശരിക്കും റിവർ മിയാൻഡർ ചെയ്യുന്നത് പ്ലെയിൻസിലാണെങ്കിൽ, റിവറിന്റെ മിയാൻഡറിങ് നടക്കുന്നത് ലാറ്ററൽ ഇറോഷനും കൊണ്ടാണെങ്കിൽ നദിക്ക് ആഴം പാടില്ല. ഓക്കെ, നദിക്ക് ഡെപ്ത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നദി ഒഴുകുന്നത് പ്ലെയിൻ റീജിയനിലൂടെ ആണെങ്കിൽ അവിടെ നദിക്ക് ഡൗൺവേർഡ് ഇറോഡ് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഡൗൺവേർഡ് ഇറോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിവർ വാലി ഷാലോ ആയിരിക്കും, ആഴം ഉണ്ടാവില്ല. അവിടെ ലാറ്ററൽ ഇറോഷൻ ആയിരിക്കും നടക്കുന്നത്. ഈ ലാറ്ററൽ ഇറോഷനും കൊണ്ടാണ് മിയാൻഡറിങ് നടക്കുന്നത്. ശരിക്കും മിയാൻഡർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ഇരിക്കും. ഇതാണ് ഒരു മിയാൻഡറിന്റെ പടം. നിങ്ങൾ കണ്ടോ, ഈ മിയാൻഡറിൽ റിവർ വാലിക്ക് അധികം ആഴം ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് ഈ എൻട്രഞ്ചഡ് മിയാൻഡർ നോക്കിയേ, എൻട്രഞ്ചഡ് മിയാൻഡർ എന്ന് നല്ല ആഴമുള്ള സാധനം. എൻട്രഞ്ചഡ് മിയാൻഡറും റിയൽ മിയാൻഡറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എൻട്രഞ്ചഡ് മിയാൻഡറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ റിവർ വാലിക്ക് ആഴം കൂടുതലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, കണ്ട റിവർ വാലിക്ക് ആഴം കൂടുതലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു എന്താ ഇറോഷണൽ ലാൻഡ് ഫോം ആവുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇവിടെ ആദ്യമേ മിയാൻഡറിങ് നടന്നു. ഈ നദി പ്ലെയിൻസ്, ഈ റീജിയൻ കണ്ട ഒരു പ്ലേറ്റ് പോലത്തെ ഒരു ഏരിയയാണ്, കണ്ട ഒരു പ്ലേറ്റ് ഏരിയയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓൾറെഡി നദി അവിടെ മിയാൻഡർ ചെയ്തിരുന്നു. നദി പ്ലെയിൻസിലോട്ട് കടന്ന് നദി മിയാൻഡർ ചെയ്തിരുന്നു. നദി മിയാൻഡർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ലാൻഡ് അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ ചുറ്റുമുള്ള ലാൻഡ് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ എപ്പിറോജനിക് മൂവ്മെന്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എർത്ത് ക്രസ്റ്റിനെയാണ് നമ്മൾ എപ്പിറോജനി മൂവ്മെന്റ് അഥവാ കോണ്ടിനെന്റൽ ബിൽഡിംഗ് പ്രോസസ് എന്ന് വിളിച്ചത്. അതായത് ആ പ്രോസസ്സിൽ ഒന്നില്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റ് മുകളിലോട്ടോ അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റ് താഴോട്ടേക്കോ മൂവ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു റിവർ ഒരു സ്ഥലത്ത് മിയാൻഡർ ചെയ്യുന്ന സമയത്ത് ആ റിവർ അവിടെ ലാറ്ററൽ ഇറോഷനും ലാറ്ററൽ ഡെപ്പോസിഷനും വഴിയായിരിക്കും മിയാൻഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ സമയത്തിന് ശേഷം ആ ചുറ്റുമുള്ള ലാൻഡ് അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നദി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നദിയുടെ ഒറിജിനൽ പാത്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. നദിയുടെ ഒറിജിനൽ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കും. അതിന്റെ ഭാഗമായി നദി താഴോട്ടേക്ക് ഇറോഡ് ചെയ്യും, നദി ഡൗൺവേർഡ് ഇറോഡ് ചെയ്യും. ഇതിനെയാണ് ഇൻസൈസ്ഡ് ഓർ എൻട്രഞ്ചഡ് മിയാൻഡർ എന്ന് പറയുക. ഇവിടെ ഒരേ സമയം നദി മിയാൻഡറിങ് ചെയ്യുന്നുണ്ട്, അതേസമയം നദി ഡൗൺവേർഡ് ഇറോഷൻ ചെയ്യുന്നുണ്ട്. ആ ഡൗൺവേർഡ് ഇറോഷൻ നദി ചുമ്മാ ചെയ്യുന്നതല്ല, ചുറ്റുമുള്ള ലാൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ ഒറിജിനൽ കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഡൗൺവേർഡ് ഇറോഷൻ ശക്തമായി നടക്കുന്നത് കൊണ്ടാണ് ഈ ഇൻസൈസ്ഡ് അല്ലെങ്കിൽ എൻട്രഞ്ചഡ് മിയാൻഡറിനെ നമ്മൾ ഇറോഷണൽ ലാൻഡ് ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇൻസൈസ്ഡ് ഓർ എൻട്രഞ്ചഡ് മിയാൻഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിവർ ടെറസസ്. എന്താണ് റിവർ ടെറസസ് എന്ന് പറഞ്ഞാൽ? റിവർ ടെറസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എക്സ്പോസ്ഡ് ഓൾഡർ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് എ റിവർ ഈസ് നോൺ ആസ് റിവർ ടെറസസ്. അതായത് പണ്ടുണ്ടായിരുന്ന ഫ്ലഡ് പ്ലെയിൻസ് അത് പുറത്തോട്ട് പൊങ്ങി വരുമ്പോഴാണ് റിവർ ടെറസസ് എന്ന് പറയുക. എക്സ്പോസ്ഡ് ഓൾഡർ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് എ റിവർ ഈസ് നോൺ ആസ് റിവർ ടെറസസ്. ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ നാൾ കഴിയുമ്പോൾ ഈ നദി ഡൗൺവേർഡ് കട്ട് ചെയ്യും, താഴോട്ടേക്ക് കട്ട് ചെയ്യും. താഴോട്ടേക്ക് കട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ റിവർ വാലി താഴോട്ടേക്ക് ഇരുന്നു പോകും. അപ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തെ ഈ ഒരു വെള്ളം മൊത്തം, ആ ഒരു വെള്ളം മൊത്തം താഴോട്ടേക്ക് ഇരുന്നു. ആദ്യം ഉണ്ടായിരുന്ന വെള്ളം മൊത്തം താഴോട്ടേക്ക് ഇരുന്നു. വീണ്ടും റിവർ താഴോട്ടേക്ക് കട്ട് ചെയ്യും. വീണ്ടും റിവർ താഴോട്ടേക്ക് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും റിവർ താഴോട്ടേക്ക് കട്ട് ചെയ്യുന്നതനുസരിച്ച് റിവറിന്റെ ആഴം കൂടും. വീണ്ടും റിവർ താഴോട്ടേക്ക് കട്ട് ചെയ്യുന്നതനുസരിച്ച് റിവറിന്റെ ആഴം കൂടും. റിവർ വാട്ടർ താഴോട്ടേക്ക് ഇരിക്കും. അപ്പോൾ ഈ റിവർ വാട്ടർ താഴോട്ടേക്ക് ഇരിക്കുന്ന ഓരോ സമയത്തും എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ ഫ്ലഡ് പ്ലെയിൻസ്, റിവറിന്റെ പഴയ റിവർ ബാങ്ക്സ് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കും. പഴയ ഫ്ലഡ് പ്ലെയിൻസ് ഇങ്ങനെ പുറത്തോട്ട് പൊങ്ങി വരും. ഇതിനെയാണ് റിവർ ടെറസസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് റിവർ ടെറസ് എന്ന് പറയുന്നത്. എക്സ്പോസ്ഡ് ഓൾഡർ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് എ റിവർ ഇസ് നോൺ ആസ് റിവർ ടെറസസ്. എക്സ്പോസ്ഡ് ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് എ റിവർ ഇസ് നോൺ ആസ് റിവർ ടെറസസ്. എക്സ്പോസ്ഡ് ഫ്ലഡ് പ്ലെയിൻസിനെയാണ് റിവർ ടെറസസ് എന്ന് പറയുന്നത്.
ഇനി ഈ റിവർ ടെറസസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ദിസ് റിവർ ടെറസസ് ഇൻടു ടു. റിവർ ടെറസസിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. പെയർഡ് ടെറസ് എന്നും അതുപോലെ തന്നെ അൺപെയർഡ് ടെറസ് എന്നും. പെയർഡ് റിവർ ടെറസ് എന്നും അൺപെയർഡ് റിവർ ടെറസ് എന്നും. പെയർഡ് റിവർ ടെറസസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഒരുപോലെ ഫോം ചെയ്യപ്പെടുന്ന റിവർ ടെറസുകളെയാണ് പെയർഡ് എന്ന് വിളിക്കുക. രണ്ട് സൈഡും ഒരുപോലെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ പെയർഡ് റിവർ ടെറസസ് എന്ന് വിളിക്കും. ഇനി രണ്ട് സൈഡും വ്യത്യസ്തമായ രീതിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അൺപെയർഡ് റിവർ ടെറസസ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ അൺപെയർഡ് റിവർ ടെറസസ് എന്ന് വിളിക്കും. അപ്പൊ റിവർ ടെറസസും ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം എന്താണ്? എല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസ്. ഇനി വാട്ടർഫോൾ. വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഫ്രീ ഫോളിങ് ഓഫ് വാട്ടർ ഫ്രം എ ക്ലിഫ്. നിങ്ങൾ ഈ രണ്ട് പിക്ചറും കാണുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾക്ക് ഈ രണ്ട് പിക്ചറും നമുക്ക് വാട്ടർഫോൾ ആയിട്ടാണ് തോന്നുക. ഇതിന് രണ്ടിനെയും നമ്മൾ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വാട്ടർഫോൾ എന്നാണ് വിളിക്കുക. പക്ഷെ ജോഗ്രഫിയിൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ജോഗ്രഫിയിൽ നമ്മൾ ഒരു സാധനത്തിനെ ഫോൾ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫോൾ ആയിരിക്കണം. അപ്പൊ ഫ്രീ ഫോളിങ് ഓഫ് വാട്ടർ ഫ്രം എ ക്ലിഫ് ഓർ എ മൗണ്ടൻ ഇസ് നോൺ ആസ് വാട്ടർഫോൾ. നമ്മളൊരു സാധനം വാട്ടർഫോൾ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ ഫോളിങ് ഓഫ് വാട്ടർ ആയിരിക്കണം. റാപ്പിഡ്സ് ഉണ്ടോ? റാപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകളിൽ തട്ടി വെള്ളം ഇങ്ങനെ ചാടി ചാടി വരുന്നതാണ് റാപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇറോഷണൽ ലാൻഡ് ഫോംസിൽ തന്നെയാണ് വരിക. അപ്പൊ നമ്മളിപ്പോ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് റിവർ എല്ലാം കണ്ടു. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആ കണ്ടത്. പേരുകൾ ഒന്നും കൂടെ നോക്കുക. ഈ പേരുകൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആദ്യത്തെ പ്ലഞ്ച് ഹോൾ ആണ്. എന്താണ് പ്ലഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ? ഡിപ്രഷൻസ് ക്രിയേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് വാട്ടർഫോൾ ഇസ് നോൺ ആസ് പ്ലഞ്ച് ഹോൾ. പ്ലഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് വാട്ടർഫോളിന്റെ അടിയിലായിട്ട് ഫോം ചെയ്യുന്ന കുഴികളാണ് പ്ലഞ്ച് ഹോൾ. ഇനി പോത്ത് ഹോൾ. പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി, അതായത് വെൻ ദ depressions are present at river bed due to the rotation of earth, we will call it as പോത്ത് ഹോൾസ്. അതായത് റിവർ ബെഡിലായിട്ട്, റിവർ ഒഴുകുന്നതിന്റെ അടിയിലായി ഫോം ചെയ്യുന്ന കുഴികളാണ് പോത്ത് ഹോൾസ്. ദെൻ 4 വാലീസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഗോർജ്. ഗോർജ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിവർ വാലിയാണ്, കുത്തനെയുള്ള റിവർ വാലിയാണ്. ഗോർജസ് ആർ വെർട്ടിക്കൽ റിവർ വാലീസ്. എപ്പോഴാണ് ഫോം ചെയ്യുക? വെൻ റിവേഴ്സ് കട്ട് അക്രോസ് ഹാർഡ് റോക്സ്. എസ്പെഷ്യലി മൗണ്ടൻസിലാണ് കാണുക. ഹാർഡ് റോക്സിനെ കട്ട് ചെയ്യുമ്പോൾ മൗണ്ടൻസിലായിട്ട് കാണും. അടുത്താണ് സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി ദാറ്റ് നാരോസ് അറ്റ് ദി ബോട്ടം. അതിനെയാണ് കാനയോൺ എന്ന് പറയുക. സ്റ്റെപ്പ് ലൈക്ക് റിവർ വാലി നാരോസ് അറ്റ് ദി ബോട്ടം, അതാണ് കാനയോൺ എന്ന് പറയുക. കാനയോൺ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? കാനയോൺ ഫോം ചെയ്യുന്നത് സോഫ്റ്റ് റോക്കും ഹാർഡ് റോക്കും ഉള്ള സ്ഥലങ്ങളിലൂടെ നദി ഒഴുകുമ്പോഴാണ്. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം വി ഷേപ്പ് വാലിയാണ്. വി ഷേപ്പ് വാലി എന്ന് പറയുന്നത് ഒരു റിവർ സ്ലോപ്പിലൂടെ ഒഴുകുമ്പോൾ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇറോഷൻ ആണ്. അങ്ങനെ ഡൗൺവേർഡ് ഇറോഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിവർ വാലി വി ഷേപ്പ് ആയിരിക്കും. ഇനി ഒരു റിവർ നമ്മുടെ പ്ലെയിൻസിലൂടെ ഒഴുകുമ്പോൾ അവിടെ നടക്കുന്ന ഇറോഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ഇറോഷൻ ആയിരിക്കും. ലാറ്ററൽ ഇറോഷൻ ഉണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന വാലി യു ഷേപ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻസൈസ്ഡ് ഓർ എൻട്രൻജഡ് മിയാൻഡർ. ഇൻസൈസ്ഡ് എൻട്രൻജഡ് മിയാൻഡർ എന്ന ഒരു റിവർ ഒരേ സമയം മിയാൻഡർ ചെയ്യുന്നു, അതേസമയം താഴോട്ടേക്ക് കട്ട് ചെയ്ത് പോകും. അതിന് കാരണം ആ ചുറ്റുമുള്ള ലാൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം ആണ് ഇൻസൈസ്ഡ് ഓർ എൻട്രൻജഡ് മിയാൻഡേഴ്സ്. ഇനി റിവർ ടെറസസ്. നമ്മൾ പറഞ്ഞു എക്സ്പോസ്ഡ് ഫ്ലഡ് പ്ലെയിൻസ് ആണ് റിവർ ടെറസസ്. കുറച്ച് പേർക്ക് ഒരു സംശയമുണ്ട്, കാനയോണും റിവർ ടെറസും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാനയോൺ എന്ന് പറഞ്ഞാൽ ടെറസ് പോലെയല്ല, ഇത് കണ്ട, ഇത് ഒരു പക്ക ടെറസ് പോലെയാണ്, നമുക്ക് അവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള എക്സ്പോസ്ഡ് ഫ്ലഡ് പ്ലെയിൻസിൽ കൃഷി ചെയ്യാറുണ്ട്, കാരണം അലൂവിയൽ സോയിൽ ആണല്ലോ, അപ്പൊ കൃഷി ചെയ്യാൻ എളുപ്പമാണ്, ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. ഇനി രണ്ട് സൈഡ് ഒരുപോലെയാണെങ്കിൽ പെയർഡ് റിവർ ടെറസസ് എന്നും, രണ്ട് സൈഡ് വ്യത്യസ്തമാണെങ്കിൽ അൺപെയർഡ് റിവർ ടെറസസ് എന്നും നമ്മൾ വിളിക്കും. ഫൈനലി വരുന്ന രണ്ട് ലാൻഡ് ഫോംസ് ആണ് വാട്ടർഫോളും റാപ്പിഡും. വാട്ടർഫോൾ എന്ന് പറയുന്നത് ഫ്രീ ഫോളിങ് ഓഫ്
water from a cliff or a mountain. ഇനി rapids എന്ന് പറയുന്നത് sliding of water through the rocks അല്ലെങ്കിൽ mountains, അതിനെയാണ് rapids എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇറോഷണൽ ലാൻഡ് ഫോംസ് പഠിച്ചു. ഇനി നമ്മൾ റിവറിന്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ റിവറിന്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിൽ വരുന്നതാണ് അലൂവിയൽ ഫാൻ, ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻ, നാച്ചുറൽ ലെവീസ്, പോയിന്റ് ബാർസ്, ബ്രെയ്ഡഡ് ചാനൽസ്, റിവറൈൻ ഐലൻഡ്സ് ആൻഡ് ഓക്സ്ബോളിക്സ്. ഇത്രയുമാണ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഓഫ് റിവറിൽ വരിക. അലൂവിയൽ ഫാൻ, ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻ, നാച്ചുറൽ ലെവീസ്, പോയിന്റ് ബാർസ്, ബ്രെയ്ഡഡ് ചാനൽസ്, റിവറൈൻ ഐലൻഡ്സ് ആൻഡ് ഓക്സ്ബോളിക്സ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം അലൂവിയൽ ഫാൻസ് നോക്കാം. എന്താണ് അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്? അപ്പൊ അലൂവിയൽ ഫാൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡെൽറ്റയും പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ അലൂവിയൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു റിവർ മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് എത്തുമ്പോൾ, ഒരു റിവർ മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് ഇറങ്ങുമ്പോൾ മൗണ്ടന്റെ അടിത്തട്ടിലായി നിക്ഷേപിക്കുന്ന സെഡിമെന്റ്സിനെയാണ് അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു റിവർ മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് ഇറങ്ങുമ്പോൾ മൗണ്ടന്റെ അടിത്തട്ടിലായി നിക്ഷേപിക്കുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങളെയാണ് അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് ഇവരെ അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുക? നമ്മുടെ പണ്ടത്തെ വിഷറിയില്ലേ, വിഷറി, ഈ വിഷറിയുടെ ഷേപ്പാണ് ഇതിന്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുക. പണ്ടത്തെ വിഷറിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇവരെ അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുക. അപ്പൊ അലൂവിയൽ ഫാൻ എങ്ങനെ ഉണ്ടാവുന്നത്? when a river enters into the plain from a mountain, it deposits its sediments at the bottom of mountain. It resembles the shape of a fan that is known as alluvial fans. അപ്പൊ ഡെൽറ്റ എന്താണ്? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ if a river is enters into the ocean, റിവർ പ്ലെയിനിൽ നിന്ന് ഓഷ്യനിലോട്ട് കിടക്കുമ്പോൾ, when a river enters into the ocean, river deposits its sediments at the river mouth. റിവർ മൗത്തിലായിട്ട്. അപ്പൊ എന്താ റിവർ മൗത്ത് എന്ന് പറയുന്നത്? റിവർ മൗത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു റിവർ ഓഷ്യനിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെയാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിവർ ഓഷ്യനിലോട്ട് കിടക്കുമ്പോൾ റിവർ മൗത്തിലായി അല്ലെങ്കിൽ റിവർ ഓഷ്യനുമായി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെന്റ്സിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്? ഗ്രീക്ക് ആൽഫബറ്റ്സിലെ ഡെൽറ്റ എന്ന വേർഡ് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീക്ക് ആൽഫബറ്റിലെ ഒരു ആൽഫബറ്റ് ആണ് ഡെൽറ്റ. ആ ഡെൽറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ രൂപത്തിലാണ്. അപ്പൊ ഇത് ഒരു ട്രയാങ്കിൾ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അലൂവിയൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിവർ മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് ഇറങ്ങുമ്പോൾ, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവർ പ്ലെയിൻസിൽ നിന്ന് ഓഷ്യനിലോട്ട് കിടക്കുമ്പോൾ ഓഷ്യനിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ. ഇനി ഇവിടെ രസകരമായ ഒരു ചോദ്യമുണ്ട്. ഇതിൽ അലൂവിയൽ ഫാൻസിലാണോ ഡെൽറ്റാസിലാണോ ഫൈനസ്റ്റ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക? ഇതിലെവിടെയാണ് ഫൈനസ്റ്റ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക? അത് ഡെൽറ്റാസിലാണ്. അലൂവിയൽ ഫാൻസിലല്ല, ഡെൽറ്റാസിലാണ് ഫൈനസ്റ്റ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക. അലൂവിയൽ ഫാൻസിൽ മിക്കവാറും കൊയേഴ്സർ മെറ്റീരിയൽസ്, പെബിൾസ് പോലെയുള്ള കല്ലുകളായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക. ഇനി അടുത്ത ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകളാണ് ലെവീസും പോയിന്റ് ബാർസും. ഈ ലെവീസും പോയിന്റ് ബാർസും രണ്ടും റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ്. എന്താ റിഡ്ജ് എന്ന് പറഞ്ഞാൽ? വരമ്പ് പോലത്തെ ഫോർമേഷൻസ് ആണ് ലെവീസും പോയിന്റ് ബാർസും. ലെവീസും പോയിന്റ് ബാർസും രണ്ടും റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ ആണ്. അപ്പൊ എന്താണ് ലെവീസ് എന്ന് നോക്കാം. ലെവീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു റിവർ ഒഴുകുമ്പോൾ ആ റിവറിന്റെ രണ്ട് സൈഡിലായി നിക്ഷേപിക്കപ്പെടുന്ന മണൽ തിട്ടകളെയാണ് ലെവീസ് എന്ന് പറയുക. When a river flowing through a valley, it deposits its sediments at the sides of river bank like a ridge. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെവി എന്ന് വിളിക്കുക. ഒരു മണൽ തിട്ട പോലെ അല്ലെങ്കിൽ ഒരു റിഡ്ജ് പോലെ, വരമ്പ് പോലെ റിവറിന്റെ രണ്ട് സൈഡിലായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽസിനെയാണ് ലെവി എന്ന് വിളിക്കുക. ഈ ലെവിനെ കുറിച്ച് പറയുമ്പോൾ
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ലോയസ് പറഞ്ഞു തന്നായിരുന്നു. എന്താ ലോയസ് എന്ന് പറയുന്നത്? വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ലോയസ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകും. ലെവി ലോയസ് എക്സാമിന് ഇരിക്കുമ്പോൾ മാറിപ്പോവരുത്. ലെവീസ് എന്ന് പറയുന്നത് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ ഫോംഡ് അറ്റ് ദി സൈഡ്സ് ഓഫ് എ റിവർ ആണ് ലെവീസ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് ബാർ എന്താ? പോയിന്റ് ബാർ നമ്മൾ മിയാൻഡർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? നദികൾ മിയാൻഡർ ചെയ്യുന്നതിന്റെ ഉള്ളിലായി ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് പോയിന്റ് ബാർസ് എന്ന് പറയുന്നത്. പോയിന്റ് ബാർസ് ആർ റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ഡെപ്പോസിറ്റഡ് ഇൻസൈഡ് ദി മിയാൻഡറിംഗ് ലൂപ്പ്. ഒരു മിയാൻഡർ ചെയ്യുന്ന റിവറിന്റെ ഉള്ളിലായി ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് പോയിന്റ് ബാർസ്. ഇപ്പൊ ലെവീസ് എന്ന് പറയുന്നത് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ ഫോംഡ് അറ്റ് ദി ബാങ്ക്സ് ഓഫ് എ റിവർ. പോയിന്റ് ബാർസ് എന്ന് പറയുന്നത് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ ഫോംഡ് ഇൻസൈഡ് ദി മിയാൻഡറിംഗ് ലൂപ്പ്. ഒരു മിയാൻഡറിംഗ് ലൂപ്പിന്റെ ഉള്ളിലായി ഫോം ചെയ്യുന്നതാണ് പോയിന്റ് ബാർസ്. അടുത്ത ഫ്ലഡ് പ്ലെയിൻസ്. നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു ഒരു റിവർ ഫ്ലഡ് ചെയ്യുന്ന സമയത്ത് റിവറിന്റെ ബാങ്ക്സിലായി സെഡിമെന്റ്സ് ഉണ്ടാക്കുന്ന പ്ലെയിൻസിനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഫ്ലഡ് പ്ലെയിൻസ് ആർ ദി പ്ലെയിൻസ് ക്രിയേറ്റഡ് അറ്റ് ദി ബാങ്ക്സ് ഓഫ് റിവർ ഡ്യൂ ടു ഫ്ലഡിങ്. ഒരു റിവർ ഫ്ലഡ് ചെയ്യുമ്പോൾ റിവറിന്റെ രണ്ട് സൈഡിലായി സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്ന പ്ലെയിൻസിനെയാണ്, സമതലങ്ങളെയാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുക. ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഫ്ലഡ് പ്ലെയിനും ലെവീസും ഒന്നല്ലേ? അല്ല. ലെവീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ, മണൽ തിട്ടയാണ്, ഒരു വരമ്പ് പോലത്തെ സ്ട്രക്ചറാണ്. പക്ഷെ ഫ്ലഡ് പ്ലെയിൻ അതല്ല. ഫ്ലഡ് പ്ലെയിൻ ഈസ് എ പ്ലെയിൻ ക്രിയേറ്റഡ് ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് റിവേഴ്സ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിയാൻഡേഴ്സ്. നിങ്ങളുടെ ബുക്കില് മിയാൻഡർ ഒരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻട്രഞ്ചഡ് ഇൻസൈസ്ഡ് മിയാൻഡർ ഇറോഷണൽ ആണ്. മാറിപ്പോകരുത്. വെറും മിയാൻഡർ ഡെപ്പോസിഷണലും എൻട്രഞ്ചഡ് അല്ലെങ്കിൽ ഇൻസൈസ്ഡ് മിയാൻഡർ എന്ന് പറയുന്നത് ഇറോഷണലുമാണ്. അതെന്താ ഇൻസൈസ്ഡ് അല്ലെങ്കിൽ എൻട്രഞ്ചഡ് മിയാൻഡറിനെ നമ്മൾ ഇറോഷണൽ ആക്കിയത്? കാരണം റിവറിന്റെ അടിത്തട്ടിലോട്ട് പോകും തോറും, അതായത് ആ ഡൗൺവേർഡ് ഇറോഷൻ ആണ് നടത്തുന്നത് കൊണ്ടാണ് റിവർ വാലി ഡീപ്പായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻട്രഞ്ചഡ് അല്ലെങ്കിൽ ഇൻസൈസ്ഡ് മിയാൻഡറിനെ ഇറോഷണൽ ലാൻഡ് ഫോം ആയി കണക്കാക്കുന്നത്. ശരിക്കും മിയാൻഡർ എന്ന് പറയുന്നത് ഇറോഷണലും അല്ല ഡെപ്പോസിഷണലും അല്ല. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ ഇത് ഡെപ്പോസിഷണൽ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഈ മിയാൻഡർ എന്ന് പറയുന്നത് ഇറോഷണൽ അല്ല, ഡെപ്പോസിഷണൽ അല്ല. കാരണം എന്താ? ഞാൻ നിങ്ങളെ നേരത്തെ വരച്ച് കാണിച്ചു എങ്ങനെയാണ് ഒരു മിയാൻഡർ ഉണ്ടാവുന്നത്. ഒരു മിയാൻഡർ ഉണ്ടാവുന്നത് ലാറ്ററൽ ഡെപ്പോസിഷനും ലാറ്ററൽ ഇറോഷനും വഴിയാണ്. ലാറ്ററൽ ഇറോഷനും ലാറ്ററൽ ഡെപ്പോസിഷനും കൊണ്ടാണ് മിയാൻഡർ ഫോം ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ മിയാൻഡറിന്റെ ലൂപ്സ് ഉണ്ടല്ലോ, മിയാൻഡർ ചെയ്യുന്ന സ്ഥലങ്ങള്, അതിന്റെ സൈഡ്സിലായിട്ട് എവിടെയെങ്കിലും സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ മിയാൻഡർ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ മിയാൻഡറിംഗ് ലൂപ്പുകൾ ഒരു ക്രസന്റ് ഷേപ്ഡ് ലേക്കായി മാറും. അത്തരം ക്രസന്റ് ഷേപ്ഡ് ലേക്സിനെയാണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയാം? അതായത് നിങ്ങൾ ഇവിടെ പിക്ചർ കാണുന്നുണ്ട്. ശരിക്കും ഈ നദി ഇങ്ങനെയാണ് ഒഴുകിയിരുന്നത്. ഈ നദി ഇങ്ങനെ മിയാൻഡർ ചെയ്ത് നല്ല വളഞ്ഞാണ് ഒഴുകിയിരുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു അറിയോ? കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ലാറ്ററൽ ഡെപ്പോസിഷൻ ഇല്ലേ, ആ ലാറ്ററൽ ഡെപ്പോസിഷൻ നടന്ന് ഇവിടെ മൊത്തം സെഡിമെന്റ്സ് വന്നു വീഴും. അങ്ങനെ ഇവിടെ മൊത്തം സെഡിമെന്റ്സ് വന്ന് ചേരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിവറിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒരു ക്രസന്റ് ഷേപ്പ് ലേക്ക് ആയിട്ട് മാറും. അങ്ങനെ ഫോം ചെയ്യുന്ന ക്രസന്റ് ഷേപ്പ് ലേക്കുകളെയാണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയുക. ഓക്സ്ബോ ലേക്സ് ആർ crescent shaped lakes formed out of meandering loops. Meandering loopsൽ നിന്ന് ഫോം ചെയ്യപ്പെടുന്ന crescent shaped ലേക്കുകളെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുക. ഓക്സ്ബോ ലേക്സ് ആർ crescent shaped lakes formed out of meandering loops. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ബ്രെയ്ഡഡ് ചാനൽസ്. എന്താണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുന്നത്? ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു റിവർ ഒഴുകി വരുന്നു. ആ
ആ റിവർ ഒഴുകി വരുമ്പോൾ ഒരുപാട് സെഡിമെന്റ്സ് കൊണ്ടാണ് ഒഴുകി വരുന്നത് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ബ്രഹ്മപുത്ര എന്ന നദി. ബ്രഹ്മപുത്ര എന്ന നദി അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലോട്ട് കിടക്കുമ്പോൾ, ഹിമാലയത്തിൽ നിന്ന് പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ ഒരുപാട് സെഡിമെന്റ്സ് കൊണ്ടാണ് ഒഴുകി വരുന്നത്. ഇങ്ങനെ ഒരു നദി ഒരുപാട് സെഡിമെന്റ്സ് കൊണ്ട് ഒഴുകി വരികയാണെങ്കിൽ നദി പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ നദിയുടെ സ്പീഡ് കുറയും. നദിയുടെ സ്പീഡ് കുറയുമ്പോൾ സ്വാഭാവികമായും നദി എന്ത് ചെയ്യാൻ തുടങ്ങും? നദി കൊണ്ടുവന്ന സെഡിമെന്റ്സ് എല്ലാം തന്നെ ആ റിവർ ബെഡിൽ തന്നെ നിക്ഷേപിക്കാനായി തുടങ്ങും. ആ റിവർ ബെഡിൽ തന്നെ മണൽ തിട്ടകളായിട്ട് അത് നിക്ഷേപിക്കപ്പെടും. അതിന്റെ കാരണം എന്താ? നദി വന്നപ്പോ നല്ല സ്പീഡിലാണ് വന്നത്. സ്പീഡിൽ വന്നപ്പോ ഒരുപാട് സെഡിമെന്റ്സും കൊണ്ട് വന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എന്ത് സംഭവിക്കാൻ തുടങ്ങി? നദി പ്ലെയിൻസിലോട്ട് കിടന്നപ്പോ നദിയുടെ സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറഞ്ഞപ്പോ പിന്നെ അതിന് ഈ സെഡിമെന്റ്സ് ക്യാരി ഓൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്വാഭാവികമായും നദിയുടെ റിവർ ബെഡ്സിൽ തന്നെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യാനായി തുടങ്ങും. അങ്ങനെ റിവർ ബെഡ്സിൽ നദി സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ അതിനിടയിലൂടെ നദി ഒഴുകും. ഇങ്ങനെ അതിനിടയിലൂടെ നദി ഒഴുകുമ്പോൾ നമുക്ക് തോന്നുക നദി ക്രിസ് ക്രോസ് ചെയ്യുന്നതായിട്ടാണ്. നദി ക്രിസ് ക്രോസ് ചെയ്യുന്ന പോലെ തോന്നും. ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്യുന്ന റിവർ ചാനൽസിനെയാണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുക. ബ്രെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മുടി മെടയുക. സ്ത്രീകൾ മുടി മെടയുന്നതിനെയാണ് ബ്രെയ്ഡ് ചെയ്യുക എന്ന് പറയുക. അപ്പൊ ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ക്രോസിങ് റിവർ ചാനൽസ്. ക്രിസ് ക്രോസിങ് റിവർ ചാനൽസ് ആണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുന്നത്. എങ്ങനെ ഫോം ചെയ്യുന്നത്? വെൻ ദ റിവേഴ്സ് deposits its sediments at the bottom of river beds, the river started to flow between these sediments and it makes crisscrossing river channels. Those crisscrossing river channels are known as braided channels. ഇങ്ങനെ ഒഴുകുന്ന ഒരു നദി കേരളത്തിലുണ്ട്. ഏതാണെന്നറിയോ? ഭാരതപ്പുഴ നിള. അതായത് നിങ്ങൾ നരസിംഹം മൂവി കണ്ടിട്ടുണ്ടാവും. നരസിംഹം മൂവിയിൽ നമ്മുടെ മോഹൻലാൽ കുളിച്ച് എഴുന്നേറ്റ് വരുന്ന ആ ഒരു സീൻ. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭാരതപ്പുഴയില് അല്ലെങ്കിൽ നിള റിവറിൽ ഒരുപാട് മണൽത്തിട്ടകളുണ്ട്. ഈ മണൽത്തിട്ടകളുടെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും അല്ലെ? നടന്ന് പോകാനായിട്ട്. പക്ഷെ അതിന്റെ ഇടയിലൂടെ നദി ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ഒഴുകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഭാരതപ്പുഴയിലുണ്ട്. വേൾഡിലെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രെയ്ഡഡ് ചാനൽസ് ഉള്ളതും റിവറൈൻ ഐലൻഡ്സ് ഉള്ളത്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഡിമെന്ററി ലോഡ് കൊണ്ട് ഒഴുകി വരുന്ന രണ്ടാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നടുക്ക് കാണുന്ന മണൽത്തിട്ടകൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ മണൽത്തിട്ടകൾ പിന്നീട് എന്തായി മാറും? ഈ മണൽത്തിട്ടകൾ പിന്നീട് റിവറൈൻ ഐലൻഡ്സ് ആയി മാറും. നിങ്ങൾ ഇതിൽ കാണുന്ന ഈ ചെറിയ ചെറിയ മണൽത്തിട്ടകൾ കണ്ട, അത് റിവറൈൻ ഐലൻഡ്സ് ആയി മാറും. പയ്യെ ആൾക്കാര് അവിടെ താമസം ആരംഭിക്കും. ഇത്തരം റിവർ റൈൻ ഐലൻഡുകൾ ഒരുപാടുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പോ റിവറൈൻ ഐലൻഡ്സ് എന്താണ്? The sediments deposited at the middle of rivers turned into islands. That islands are known as riverine islands. Okay. So the riverine sediments deposited at the bottom of rivers turned into islands. അതിനെയാണ് നമ്മൾ റിവറൈൻ ഐലൻഡ് എന്ന് വിളിക്കുക. ഇനി റിവറൈൻ ഐലൻഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റിവറൈൻ ഐലൻഡ് ഉണ്ടാക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്രയുടെ ഉള്ളിൽ വരുന്ന ഒരു റിവറൈൻ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മജൂലി ഇത് റിവറൈൻ ഐലൻഡ്. ഇവിടെ വരുന്ന ഒരു റിവറൈൻ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ്. മജൂലി ഐലൻഡ് ഇരിക്കുന്നത് ആസാമിലാണ് മജൂലി ഐലൻഡ് ഇരിക്കുന്നത്. ഇനി ഏത് നദിയാണ് മജൂലി ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയാണ് മജൂലി ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ മജൂലി ഐലൻഡ് ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദി വേൾഡ് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചാൽ അത് മജൂലി ഐലൻഡ് ആണ്. ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദി വേൾഡ് ആണ് മജൂലി. മജൂലി ഇരിക്കുന്നത് ആസാമിലാണ്. ബ്രഹ്മപുത്ര നദിയാണ് മജൂലി ഐലൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മജൂലി ഐലൻഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ഇൻ
ഇന്ത്യ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥലമാണ് എന്ത്, നമ്മുടെ മജൂലി ഐലൻഡ്. അപ്പൊ മജൂലി ഐലൻഡിന് 2 പ്രത്യേകതകളാണ് ഉള്ളത്. അതൊന്ന് ഓർത്തിരിക്കുക. ആ 2 പ്രത്യേകതകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദി വേൾഡ്. ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദി വേൾഡ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഇത് ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. ഇനി നമ്മുടെ കേരളത്തില് ഒരു നദിയുണ്ട്, ഏതാണെന്ന് അല്ല ഒരു ഐലൻഡ് ഉണ്ട്, ആർക്കെങ്കിലും പറയാവോ ഏതാന്ന്? കുറുവ. കുറുവ ഐലൻഡ്. കുറുവ ഐലൻഡ് ഇങ്ങനെ ഒരു റിവറൈൻ ഐലൻഡാ. കുറുവ ഐലൻഡ് നമ്മുടെ വയനാട്ടിലുള്ള കുറുവ ഐലൻഡ് അതിങ്ങനെ ഒരു റിവറൈൻ ഐലൻഡ് ആണ്. നമ്മുടെ കബനി നദിയുടെ ഇതിലാണ് വരുന്നത് കുറുവ ഐലൻഡ്. അപ്പൊ എന്തുകൊണ്ടാണ് കുറുവ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, KS പഠിക്കുന്ന കേരള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് റിവറിന്റെ ലാൻഡ് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. റിവറിന്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമിലല്ല, അലൂവിയൽ ഫാൻ. അലൂവിയൽ ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു റിവർ മൗണ്ടനിൽ നിന്ന് പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ മൗണ്ടന്റെ അടിവാരത്തിലായി നിക്ഷേപിക്കുന്നതാണ് അലൂവിയൽ ഫാൻസ്. ഇനി ഒരു റിവർ ഓഷ്യനിലോട്ട് കിടക്കുമ്പോൾ റിവർ മൗത്തിലായിട്ട് നിക്ഷേപിക്കുന്ന സെഡിമെന്റ്സ് ആണ് ഡെൽറ്റാസ്. ഡെൽറ്റാസിലാണ് ഫൈനസ്റ്റ് സെഡിമെന്റ്സ് കാണുക. അലൂവിയൽ ഫാൻസിൽ കുറച്ചും കൂടെ കൊയോസം മെറ്റീരിയൽ ആയിരിക്കും കാണുക. ലെവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് അറ്റ് ദി ബാങ്ക്സ് ഓഫ് റിവർ, അതായത് റിവർ ബാങ്ക്സിൽ കാണുന്ന മണൽത്തിട്ടകൾ. ഇനി പോയിന്റ് ബാർസ്. പോയിന്റ് ബാർസ് എന്ന് പറയുന്നത് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ഇൻസൈഡ് ദി മിയാൻഡറിംഗ് ലൂപ്പ്. ഒരു മിയാൻഡറിന്റെ ഉള്ളിലായി കാണുന്ന മണൽത്തിട്ടകളാണ് പോയിന്റ് ബാർസ്. അടുത്ത് ഫ്ലഡ് പ്ലെയിൻസ്. ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the plains created by the rivers on the banks during floods. ഫ്ലഡിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്ലെയിൻസ്. അടുത്തത് ഓക്സ്ബോ ലേക്സ്. ക്രസന്റ് ഷേപ്ഡ് ലേക്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മിയാൻഡേഴ്സ്. ദെൻ ബ്രെയ്ഡഡ് ചാനൽസ്. ക്രിസ് ക്രോസിംഗ് റിവർ ചാനൽസ് ആണ് ബ്രെയ്ഡഡ് ചാനൽസ്. അതിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഐലൻഡ്. ദ ഐലൻഡ്സ് പ്രസന്റ് ഇൻസൈഡ് ദി റിവർ ഈസ് നോൺ ആസ് റിവറൈൻ ഐലൻഡ്. എക്സാമ്പിൾ ഈസ് മജൂലി ആൻഡ് കുറുവ ഐലൻഡ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ടൈം ആണ്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. Okay, youth stage. Which of the following can be seen in youth stage of a river? Youth stage കാണുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഗോർജ് കാണാൻ പറ്റും. ബ്രോഡ് യു ഷേപ്പ് വാലി അത് ഓൾഡ് സ്റ്റേജിലാണ് കാണുക. റാപ്പിഡ്സ് കാണാനായിട്ട് സാധിക്കും. ഡെൽറ്റ ഓൾഡ് സ്റ്റേജിലാണ് കാണുക. കറക്റ്റ് 2ഉം 3ഉം ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 2 and 3 only. ഓപ്ഷൻ ബി 2 and 3 only. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് റിവേഴ്സ്? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് റിവേഴ്സ്? ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡെപ്പോസിഷനിലാണ്. കാനയോൺ വരില്ല. ലെവീസ് വരും. റിവറൈൻ ഐലൻഡ് വരും. പോയിന്റ് ബാർസ് വരും. അപ്പോ 2, 3 and 4. ആൻസർ വരിക 2, 3 and 4 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ റിവറിന്റെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജിയോമോർഫിക് ഏജന്റ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, വേവ്, അതുപോലെ തന്നെ ഓക്കെ വിൻഡ്.
4 ലാൻഡ് ഫോംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത് പഠിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ജിയോമോർഫോളജി ഭയങ്കര പാടാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതായത് ഓരോ ലാൻഡ് ഫോംസ് പഠിക്കുമ്പോഴും ഒരുപാട് പേരുകൾ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കും. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ 20-ലധികം പേരുകൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇനിയും കുറെ പേരുകൾ, പുതിയ പുതിയ വേർഡ്സ് കേൾക്കും. അത് പഠിക്കാൻ ഭയങ്കര പാടാണ്. സോ റിവൈസ് റിവൈസ് റിവൈസ്. വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യം ഇനി അടുത്ത ആഴ്ചയാണ് നമുക്ക് ജോഗ്രഫി ക്ലാസ്. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഇതുവരെ എടുത്ത ജിയോമോർഫോളജി, റോക്സ് തുടങ്ങി ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.